السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم. بشهر ربيع قد بدا نوره الأعلام فيا هبذا بدر بذاك الهما يجلام أنارت به الأكوان شرقا ومغربا وأهل السماء قالوا له مرحبا أهلا. صلاة وتسليمهم وأزكى تحياتي على المصطفى المختار لخير البريات. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പവിത്രമായ യൗമുൽ ജുമുഅയിൽ, അതും റബീഉൽ അവ്വലിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തുനബിയുടെ പൊരുത്തം കിട്ടിയ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര പറഞ്ഞാലും എത്ര എഴുതിയാലും അത് അവസാനിക്കുന്നില്ല. അത്രത്തോളം വിശാലമായ
വ്യക്തിത്വമാണ് നമ്മുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ നമുക്ക് വിജയിക്കാൻ മറ്റൊരു വഴിയുമില്ല. മുത്തുനബിയെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും രക്ഷപ്പെടാം എന്നത് ഒരിക്കലും നാം സംശയിക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും ഇജ്മാഉം ഖിയാസും അത് വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ നമ്മെ ഉണർത്തുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ചും അതുപോലെ സമൂഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നത് കാണുമ്പോൾ മുഅ്മിനായ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്, ഇതെന്റെ നേതാവാണല്ലോ, എന്റെ നേതാവ് ഞങ്ങൾക്ക് വേണ്ടി എത്ര ത്യാഗമാണ് സഹിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ നേതാവ് ഈ ഉമ്മത്തിനെ വളർത്തിയെടുക്കാൻ എത്ര കഠിനാധ്വാനമാണ് നടത്തിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും നിങ്ങളോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ഉറക്കം മുതൽ അതിന്റെ ഉണർച്ച വരെ, ആ ഉണർച്ച മുതൽ അതുപോലെ നാം ഉറങ്ങുന്ന സമയം വരെ നമ്മുടെ ജോലികളിൽ നാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത ഒരു കാര്യവും വരുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്ന സൂറത്ത് ആൽ ഇംറാൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം എന്താണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആ ഒരു ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ വിളിച്ചു പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിശ്ചയിച്ചതിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ, റസൂലിനെ നിശ്ചയിച്ചതിലൂടെ അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ആ അനുഗ്രഹങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ വിശാലമായി പറയാനുണ്ട്. റസൂലുള്ളാഹിൽ നിന്ന് കിട്ടിയ മുഴുവനും നമുക്ക് അനുഗ്രഹമാണ്. എന്നിട്ടോ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത. തീർന്നില്ല, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ആ വിജ്ഞാനവും അതുപോലെ ഹിക്മത്തുകൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചിട്ടുള്ളത്. എന്നാൽ ആയത്തിന്റെ അവസാനത്തിൽ പറയുകയാണ്, അവരാകട്ടെ വ്യക്തമായ വഴികേടിലായിരുന്ന ആളുകളെ സംസ്കരിക്കാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഗ്രഹമായിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല,
പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയും ആ ഖുർആനിന്റെ ഓരോ ഹിക്മത്തുകളും, ആ ഖുർആനിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് കൃത്യമായി അവിടുത്തെ സമുദായത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ആത്മസംസ്കരണം നടത്തി നല്ല അറിവുള്ള ആളുകളായി ദീനീ ബോധമുള്ളവരാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അവിടെയാണ് ഒരു പ്രവാചകന്റെ, ഒരു നേതാവിന്റെ യഥാർത്ഥ ദൗത്യം നിർവഹിച്ചിട്ടുള്ളത്. നേതാവ് എന്ന് പറയുമ്പോൾ പേരിന് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു അധ്യക്ഷനാകാൻ മാത്രമല്ല നേതാവ് എന്നുള്ളത്. എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന, സന്തോഷത്തിലും ദുഃഖത്തിലും വേർപാടിലും എന്ന് വേണ്ട ഏതൊരു കാര്യത്തിലും അനുയായികളോടൊപ്പം നിൽക്കുന്ന വലിയൊരു നേതാവുണ്ടെങ്കിൽ ഒരേ ഒരു നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുപോലൊരു നേതാവിനെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ലോകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. എന്നാൽ ആ നേതാവിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ നേതാവിനെ കുറിച്ച് പറയലും ആ നേതാവിനെ അനുസ്മരിക്കലും ലോക മുസ്ലിമീങ്ങളുടെ ഈമാൻ വർദ്ധിക്കാനുള്ള വലിയ കാര്യമാണ് എന്നത് ഈ ഒരൊറ്റ ഹദീസിലൂടെ, ഈ ഒരൊറ്റ ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു കാര്യങ്ങളിലേക്കും കടക്കാൻ പറ്റുകയില്ല. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇടപെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഓരോ പ്രവർത്തനങ്ങൾ, എന്നാൽ അതാണ് ഇന്ന് ഞാനും നിങ്ങളും അനുധാവനം ചെയ്യേണ്ടത്. മുത്തുനബിയെ അനുധാവനം ചെയ്യുമ്പോഴാണ് എങ്ങനെയാണ് ചിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത്, എന്നാൽ അതെല്ലാം വളരെ വ്യക്തമായിക്കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നാ കുന്ന ആലു മുഹമ്മദിൻ ലം ഖുസു ശഅറൻ മാ നസ്തൗഖിദു നാറൻ മാ ഹുവ ഇല്ല തംറു വൽ മാഉ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഒരു മാംസം തീ കത്തിക്കാതെ ജീവിച്ചിട്ടുള്ള ഒരു മാസം തീ കത്തിക്കാതെ ജീവിച്ചിട്ടുണ്ട്. ഇന്നാ കുന്ന ആലു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം ലനംഖുസു ശഅറൻ മാ നസ്തൗഖിദു നാറാ, ഹബീബായ തങ്ങളുടെ കുടുംബം ഒരു മാസത്തോളം തീ കത്തിക്കാതെ ജീവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു ഭക്ഷണം പോലും കഴിക്കാതെ, വല്ലാതെ, കാരണം തീ കത്തിച്ചാലാണല്ലോ ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം, റസൂലുള്ള അടങ്ങുന്ന കുടുംബം ഒരു മാസം തീ കത്തിക്കാതെ ജീവിച്ച ചരിത്രമുണ്ട്. എന്നിട്ട് അന്ന് കാരക്കയും പച്ചവെള്ളവും അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കാരക്കയും പച്ചവെള്ളവും അല്ലാതെ വേറൊന്നും ഉണ്ടായില്ല. ഈ ഹദീസ് നമുക്ക് നൽകുന്ന വലിയ പാഠം എന്താണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ഈ ഹദീസ് നമുക്ക് നൽകുന്നത് ലളിതമായ ജീവിതമാണ്. ലളിതമായ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം, അതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ഈ ഒറ്റ ഹദീസിലൂടെ നമുക്ക് നൽകുകയാണ്. എന്നാൽ നാം അതെല്ലാം ഉൾക്കൊള്ളണം. ഓരോ നബിദിനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധമായ ദീൻ അനുവദിക്കാത്ത രീതിയിലുള്ള കോലാഹലങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത്. ദീൻ അനുവദിച്ച, പരിശുദ്ധമായ ദീൻ അനുവദിച്ച രീതിയിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ നാം നടത്തണം. നാം അത് മനസ്സിലാക്കിയിട്ട് അത് ദീനിന് വിരുദ്ധമാണ് നമുക്ക് ബോധ്യം ഉണ്ട് എന്നിട്ട് നാം അങ്ങനെ ചെയ്താൽ അതിന്റെ വിഷമവും അതിന്റെ പ്രത്യാഘാതവും ദുനിയാവിൽ വെച്ച് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. മുഹമ്മദ് റസൂലുള്ളാഹി. ഇപ്പോൾ നബിദിനം വന്നു, നല്ല രീതിയിൽ സ്വലാത്തുകൾ ചൊല്ലി, സലാമുകൾ ചൊല്ലി, നല്ല മദ്ഹ് ഗീതങ്ങൾ ആലപിച്ചു, അൽഹംദുലില്ലാ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് പലയിടങ്ങളിലും നമുക്ക് കാണാനിടയുണ്ട് വലിയ DJ അതുപോലെയുള്ള സംവിധാനങ്ങൾ ഊഫറൊക്കെ പിടിപ്പിച്ചുകൊണ്ട് റോഡിലൂടെ ഏതെങ്കിലും പെണ്ണിന്റെ എല്ലാം ഗീതങ്ങൾ വെച്ചുകൊണ്ട് വളരെ മ്യൂസിക്കിന് വളരെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ സാധാരണക്കാര് പറയുന്നത് എന്താ? നബിദിനം വന്നു, മുസ്ലിമീങ്ങൾക്ക് ആഹ്ലാദമാണ്, ആഘോഷമാണ്, ആഘോഷിക്കണം, ആഹ്ലാദിക്കണം. അത് അനിസ്ലാമികമാകാൻ പാടില്ല, അത് ഇസ്ലാമികമായിരിക്കണം. ലോകത്തുള്ള ഓരോ മഹല്ലും പരിപാലന സമിതികളും ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് കൃത്യമായി നിർവഹിക്കുമ്പോൾ അത് വളരെ അച്ചടക്കത്തോടുകൂടിയും വളരെ ഭംഗിയോടുകൂടി പോകും. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ നാം അതിരുവിടുകയാണ് ചെയ്യുന്നത്. ഒരിക്കലുമല്ല. റസൂലുള്ളാഹി ലളിതമായ ജീവിതമാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്, ആർഭാടമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സുന്നത്തായ നിക്കാഹ് കർമ്മത്തിൽ പോലും ഇന്ന് കാട്ടിക്കൂട്ടുന്ന ഓരോ കോലാഹലങ്ങൾ, അതിനെതിരെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതോ 61 ജീവിക്കേണ്ട ഉസ്താദാണ്, 21-ാം നൂറ്റാണ്ടിലും ജീവിക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളിൽ പെട്ട പല ആളുകളും അവഹേളിക്കുന്ന, കളിയാക്കുന്ന ഒരു രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന അമല് ജനങ്ങൾ കാണാൻ വേണ്ടിയല്ല, ജനങ്ങളുടെ കൈയിടിയിട്ടാൻ വേണ്ടിയല്ല. നാം മനസ്സിലാക്കണം, നമ്മുടെ ഇബാദത്താണ്. അത് നാളെ ആഖിറത്തിൽ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടണം എന്ന അർപ്പണ ബോധത്തോടു കൂടിയായിരിക്കണം നാം ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെടേണ്ടത്. അല്ലാതെ നമുക്ക് ദുനിയാവിൽ ജീവിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അടിച്ചുപൊളിച്ച് ജീവിച്ച് ആഡംബരങ്ങൾ കാണിക്കുക എന്നുള്ളത് അത് ഒരിക്കലും ശാശ്വതമല്ല എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് മുഅ്മിനീങ്ങൾ കടന്നു വരുന്നു. ഏകദേശം ഒരു 80% അല്ലെങ്കിൽ 90% ആളുകൾ നല്ല വസ്ത്രധാരികളായിക്കൊണ്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. അതും നല്ല വെള്ള വസ്ത്രം ധരിച്ച്, അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഓരോരുത്തരും പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ആ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പണക്കാരനുണ്ടാവും, പാവപ്പെട്ടവനുണ്ടാവും, കറുത്തവനുണ്ടാകും, വെളുത്തവനുണ്ടാകും. എന്നാൽ അവിടെ ആരെയും വേർതിരിക്കുന്നില്ല. ആരാണതിൽ പാവപ്പെട്ടവൻ, ആരാണതിൽ പണക്കാരൻ എന്ന് ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല, ഒരാൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റുകയില്ല. കാരണം ഒരാളുടെ വസ്ത്രധാരണയിൽ ആളെ നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റുകയില്ല. ആളുടെ വേഷവിധാനത്തിൽ ഒരിക്കലും വിലയിരുത്താൻ പറ്റുമില്ല. പരിശുദ്ധമായ ഇസ്ലാം അതല്ല പറഞ്ഞത്. പക്ഷേ വാരിയെല്ലാൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള
അവന്റെ ഹൃദയത്തിന്റെ തഖ്വയാണ് അവനെ വിജയിപ്പിക്കുന്നത്. അവൻ അതേ രീതിയിൽ അവന്റെ ജീവിതങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ, കാരണം അവന്റെ ഖൽബിലുള്ള നിയ്യത്ത് അറിയുന്നത് ആരാണ്? തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയല്ല, അല്ലെങ്കിൽ അവന്റെ ഭാര്യയല്ല, മാതാപിതാക്കളല്ല. അതറിയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അല്ലാഹുവാണ് അവന്റെ തഖ്വ അറിയുന്നത്, അവന്റെ നിയ്യത്ത് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവന് എന്ത് നന്മയാണോ ചെയ്യുന്നത് അതിന് അല്ലാഹുവാണ് അവന് കൂലി കൊടുക്കുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം ഒരുപാട് ആർഭാടങ്ങളിലേക്ക്, അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഞാനും നിങ്ങൾ നേരിടേണ്ടി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്നാ കുന്നാ ആലു മുഹമ്മദിൻ ലനംകുസു ശഹറൻ മാ നസ്തൗഖിദു നാറാ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബിബി അടങ്ങുന്ന കുടുംബം 1 മാസം തീ കത്തിക്കാതെ ജീവിച്ചിട്ടുണ്ട്. 1 മാസം അവർ കഴിച്ചുകൊണ്ടിരുന്നു. മാഹു ഇല്ല തംറു വൽ മാഉ. അന്ന് കാരക്കയും പച്ച വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. നമ്മൾ കഴിക്കുന്നു. ഒരു ദിവസം 2 പ്രാവശ്യം നല്ല നെല്ല് കുത്തിയ അരിയുടെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം നമ്മൾ പറയും, നടക്കൂലാട്ടോ ഉമ്മ, കഞ്ഞിയൊന്നും പറ്റൂല. 2 ദിവസം നമ്മുടെ വീട്ടിൽ നല്ല മീൻകറി വെച്ചുള്ള ഭക്ഷണമാണെങ്കിൽ 3-ാമത്തെ ദിവസം നമ്മുടെ മക്കള് പറയും, ഒന്നും മീൻ പറ്റൂല. 2 ദിവസം രാവിലെ നല്ല പുട്ടാണെങ്കിൽ 3-ാമത്തെ ദിവസം മക്കള് പറയും, ഇവിടെ എന്നും പുട്ടാലോ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ജീവിതം നമ്മുടെ മുത്തുനബിയും കുടുംബവും ജീവിച്ചത് എങ്ങനെയാണ്? നാം അതിലേക്കൊക്കെ മടങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും സാമ്പത്തികമായ വല്ലാത്ത പിന്നോക്കാവസ്ഥയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം വളരെ പ്രതിസന്ധിയിലേക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, നാം കാട്ടിക്കൂട്ടിയ ഓരോ പ്രവർത്തനങ്ങളുടെ ഫലമാണ് നാം ഇന്ന് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള കാര്യം. അതുകൊണ്ട് സൂക്ഷ്മത, ലളിതമായ ജീവിതങ്ങൾ, അതുപോലെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചര്യകൾ നാം അനുധാവനം ചെയ്യണം. എന്നാലാണ് നമുക്ക് വിജയം കിട്ടുകയുള്ളൂ. ബഹുമാനപ്പെട്ട ജരീർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, ഞാൻ മുസ്ലിമായത് മുതൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടോ, ഞാൻ മുസ്ലിമായത് മുതൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ജരീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മാ റആനി നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു അസ്ലംതു ഇല്ലാ തബസ്സമ ഫീ വജ്ഹി. ജരീർ റളിയല്ലാഹു എന്റെ മുഖത്ത് നോക്കി ഞാൻ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം റസൂലുള്ളാഹി ഒരു ദിവസം പോലും ചിരിക്കാത്ത ദിവസം, എല്ലാ ദിവസവും റസൂലുള്ളാഹിനെ ഞാൻ ചിരിക്കുന്ന മുഖമായിട്ടാ കണ്ടിട്ടുള്ളൂ. നമ്മുടെ മുഖത്തിന്റെ അവസ്ഥ എന്താ? നാം മനസ്സിലാക്കണം, നാം ആരുടെ അനുയായിയാണ്? ഹബീബായ തങ്ങളുടെ. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നാം എന്താണ്? ആ വ്യക്തിയുടെ മുഖത്തേക്ക് പോലും നോക്കുകയില്ല, ഒരു പുഞ്ചിരി പോലും നടക്കുകയില്ല. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഭാവം, തിരുനബിയുടെ പുഞ്ചിരി വിശ്വാസിയുടെ അടയാളമാണത്. വിശ്വാസിയുടെ അടയാളമാണ് പുഞ്ചിരി എന്നുള്ളത്. മുനാഫിക്ക് ചിരിക്കൂല, കപട വിശ്വാസി ചിരിക്കൂല. ആ ചിരിക്കുകയാണെങ്കിലോ ഒരു കളിയാക്കിയിട്ടുള്ള ചിരിയാണ് മുനാഫിക്കിന്റെ ചിരി ഉണ്ടാവുക. സത്യവിശ്വാസി ഇരിക്കുമ്പോൾ എന്താണ്?
നല്ല പുഞ്ചിരിയുള്ള മുഖത്തോടു കൂടിയുള്ള ചിരിയാണ്. അതാരാ പഠിപ്പിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹിയുടെ പാതയിലേക്കാണ് ഞാനും നിങ്ങളും മടങ്ങേണ്ടത്. തിരുനബി എന്താണ് കാണിച്ചത് അത് നാം ഉൾക്കൊള്ളണം. അതുപോലെ പല കിതാബുകൾ, റൗള പോലെയുള്ള കിതാബുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ത്യനാളിൽ വ്യത്യസ്ത ശഫാഅത്തുകളുണ്ട്. ഈ ശഫാഅത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചെന്ന ആ മാർഗത്തിലൂടെ ഞാനും നിങ്ങളും നീങ്ങുമ്പോൾ ആ ശഫാഅത്തിന്റെ ആളുകളിൽ നാം പെടുന്നതാണ്, ഒരു സംശയവും വേണ്ട. അതിലൊന്നാമത്തത് ശഫാഅത്തുൽ ഉളുമ എന്ന് പറഞ്ഞാൽ മഹ്ശറയിലെ നൃത്തത്തിൽ നിന്നുള്ള മോചനമാണ്. നാം മഹ്ശറയില് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ എല്ലാ ആളുകളും ഉണ്ടാകും. കുടുംബാദികളും ബന്ധുമിത്രാദികളും ഭാര്യയും മക്കളും വാപ്പയും ഉമ്മയും വേണ്ട നമ്മുടെ എല്ലാ ആളുകളുണ്ട്. നമുക്ക് എല്ലാ രീതിയിലും പ്രോത്സാഹനം നൽകിയത് നമ്മുടെ കൂടെ നിന്ന് മറ്റുള്ളവരെ ചതിക്കാനും വഞ്ചിക്കാനും കുറ്റപ്പെടുത്താനും എല്ലാം കൂടെ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ പോലും അവിടെ ഉണ്ടാകും. പക്ഷേ അവിടെ നമ്മെ സഹായിക്കാൻ ഒരേ ഒരു നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ മാത്രമാണ്. ആ റസൂലുള്ളാഹിയുടെ ശഫാഅത്താണ്. ആ നൃത്തത്തിൽ നമ്മെ രക്ഷപ്പെടുത്താൻ, നമുക്ക് മോചനം നൽകാൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തത് നരകത്തിൽ കടക്കാൻ അർഹരായ ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നരകത്തിൽ കടത്താൻ അർഹരായവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കാണ്? മുഹമ്മദ് മുസ്തഫ. മൂന്നാമതോ നരകത്തിൽ പ്രവേശിച്ചവരെ രക്ഷപ്പെടുത്താൻ അതും അല്ലാഹുവിന്റെ റസൂലിന് മാത്രമേ അല്ലാഹു അധികാരം കൊടുത്തിട്ടുള്ളൂ. നാലാമത്തെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവാദം ആർക്കാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതുപോലെ സ്വർഗത്തിൽ പദവികൾ ഉയർത്താൻ ആർക്കാണ്? മുഹമ്മദ് മുസ്തഫ. അതാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്നത്, റസൂലുള്ളാഹിയുടെ ചര്യ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ത്യനാളിൽ വ്യത്യസ്ത ശഫാഅത്തുകളുണ്ട് എന്ന് മഹാന്മാര് പറഞ്ഞു. റൗള പോലെയുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. ഈ 5 രീതിയില് ഇമാം ഖുർത്തുബിയും മറ്റുള്ളവരും വേറെ ശഫാഅത്തുകളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. മദീനയിൽ മരണപ്പെട്ടവർക്ക് ശഫാഅത്തുണ്ട്. അതല്ലേ പലപ്പോഴും നമ്മുടെ ദുആയിലൊക്കെ കടന്നു വരുന്നത്, അല്ലാഹുവേ എന്റെ മരണം ആ പവിത്രമായ മദീന മുനവ്വറയിൽ വെച്ച് റസൂലുള്ളാഹിയുടെ ചാരത്ത് വെച്ച് അല്ലാഹുവേ നീ എനിക്ക് തരണമെന്ന് ഒരുപാട് സ്വാലിഹീങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അസ്സരി തങ്ങളെ പോലെയുള്ള മഹത്തുക്കളൊക്കെ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്. ബാഫഖി തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. അവരിൽ പല ആളുകൾക്കും ആ വലിയ സന്തോഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. മദീനയിൽ വെച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് നിർബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടുമെന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അതുപോലെ സ്വലാത്ത് ചൊല്ലിയവർ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട വലിയ പണ്ഡിതനല്ലോ, പരിശുദ്ധമായ ഖുർആനിന് തഫ്സീർ എഴുതിയ ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതല്ലേ, സ്വലാത്ത് ചൊല്ലിയവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടും. അതല്ലേ അബൂ താലിബിന് വേണ്ടിയുള്ള ശഫാഅത്ത്. നീണ്ട ചരിത്രങ്ങളാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നന്മയും തിന്മയും തുല്യമായ
ഹാഫിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നന്മയും തിന്മയും തുല്യമായ അഹ്ലുൽ അഹ്റാഫിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത്, അതുപോലെ മറ്റു സമുദായങ്ങൾക്ക് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് അല്ലാതെ മറ്റൊന്നുമില്ലമോ എന്നത് ഈ വസ്തു നമ്മൾ മനസ്സിലാക്കണം. നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ തന്റെ സമുദായത്തിൽ നിന്ന് വൻ പാപങ്ങൾ ചെയ്തവർക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത്. അപ്പോൾ ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ഹബീബായ തങ്ങളെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും രക്ഷപ്പെടാം എന്നത് തന്നെയാണ്. തിരുനബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ തിങ്കളാഴ്ച ദിവസം പോലും ആ അദാബുകൾ കുറച്ചു കൊടുത്ത ചരിത്രങ്ങളില്ലേ? അതൊക്കെ വിശദീകരിക്കുന്നില്ല. നാം പലപ്പോഴും പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ എല്ലാമാണ്. നമ്മുടെ ഊണിലും ഉറക്കത്തിലും അതുപോലെ ഉണർച്ചയിലും എല്ലാ ഇടങ്ങളിലും റസൂലുള്ള കടന്നു വരാത്ത ഒരു ഇടം പോലുമില്ല. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഉറങ്ങുമ്പോൾ റസൂലുള്ളാഹിയുടെ സുന്നത്തുണ്ട്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ സുന്നത്തുണ്ട്, വൈവാഹിക ജീവിതത്തിൽ റസൂലുള്ളാഹിയുടെ സുന്നത്തുണ്ട്, അയൽവാസിയുടെ റസൂലുള്ളാഹിയുടെ സുന്നത്തുണ്ട്, കുടുംബ ബന്ധത്തിൽ റസൂലുള്ളാഹിയുടെ സുന്നത്തുണ്ട് എന്ന് വേണ്ട എല്ലാ ഇടങ്ങളിലും ഒരു മനുഷ്യൻ ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലകളിലും റസൂലുള്ള ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈമാനുള്ളവൻ റസൂലുള്ളാഹിനെ കുറ്റപ്പെടുത്തൂല, റസൂലുള്ളാഹിയുടെ മൗലിദിനെ നിഷേധിക്കുകയില്ല, റസൂലുള്ളാഹിയുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിനെ നിഷേധിക്കുകയില്ല. അങ്ങനെയൊക്കെ നിഷേധിക്കുന്നവൻ അവൻ ഇസ്ലാമിന്റെ ലേബിൽ നിന്ന് പുറത്താണ്. അതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ ഓരോ കാര്യങ്ങളും നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. മുത്തുനബി കാണിച്ചെന്ന ആ സ്നേഹബന്ധങ്ങൾ ശത്രുവിനോട് പോലും റസൂലുള്ള കാണിച്ചെന്ന മാതൃക എങ്ങനെയാ? ഇന്ന് നമ്മളോ, ഇന്ന് ശത്രുവിനെ കാണുമ്പോൾ എന്തോ വലിയ അക്രമി പോലെ നമ്മൾ അവനെ വേർതിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് മനുഷ്യർ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഏറ്റവും വലിയ നാശകാരിയും നന്ദി കെട്ടവനുമാരാണ്, മനുഷ്യനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. വൽ ആദിയാത്തിൽ പറയുന്നുണ്ട്, വൽ അസ്റിൽ പറയുന്നുണ്ട്. പല അധ്യായങ്ങൾ എടുത്തു നോക്കിക്കോ. ഏറ്റവും നന്ദി കെട്ട ജന്തു ഏതാണ്? മനുഷ്യനാണ്. അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവനെ എന്തും ചെയ്യും, എന്തും തരം താഴ്ന്ന പണിയിലേക്കും അവൻ ഏർപ്പെടുന്നു. അവന് മഹ്ശറുണ്ടോ, നരകമുണ്ടോ, സ്വർഗമുണ്ടോ എന്നൊരു ചിന്തയില്ല. പക്ഷേ അത് യഥാർത്ഥ ഈമാനുള്ളവനല്ല, അവൻ യഥാർത്ഥ കപട വിശ്വാസിയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ സാക്ഷിക്ക് പോലും പറ്റാത്തവനാണ് എന്നുള്ളത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നീതിയും അതുപോലെ തന്നെ നന്മയും നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരണം. എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടുമെന്ന് അറിയില്ല. ഇന്നലെ ഞാൻ ദുആ ചെയ്യാൻ പോയ വീട്ടിൽ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ അനുജൻ, അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ, HMT-യിലുള്ള നൗഷാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന് ന്യൂമോണിയ ബാധിച്ച് ആസ്റ്റർ മെഡിസിറ്റി. നാം ചിന്തിക്കണം എന്തെല്ലാം രോഗങ്ങളാണ്. ആ ന്യൂമോണിയ അദ്ദേഹത്തിൽ കയറി കൂടിയിട്ട് രക്തത്തിൽ നിന്നും മജ്ജയിലേക്ക് പ്രവേശിച്ചു. മജ്ജയുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി ഇന്ന് നിശ്ചലമായ ആസ്റ്റർ മെഡിസിറ്റിയുടെ വെന്റിലേറ്ററിലാണ്. ഇതാണ് നമ്മുടെ അവസ്ഥയെ നമ്മൾ ചിന്തിക്കണം. നമ്മളൊന്നും ഒന്നുമല്ല. പിന്നെ എന്തിനാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വൈരാഗ്യങ്ങളും കുശുമ്പുകളും ന്യൂനതകളും വെച്ചുകൊണ്ട് നാം പുലർത്തുന്നത്? എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഉസ്താദ് 25 ലക്ഷം രൂപയോളം എന്റെ സഹോദരൻ ഞാൻ ചെലവഴിച്ചു, ഇനിയും ട്രീറ്റ്മെന്റ് നടക്കണം, ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ഓടിക്കുന്ന എന്റെ ഇന്നോവ ക്രിസ്റ്റ ഞാൻ കൊടുക്കാൻ പോവുകയാണ്, എന്റെ അനുജനെയാണ് എനിക്ക് വേണ്ടത് എന്ന് പൊട്ടിക്കരഞ്ഞ പ്രിയപ്പെട്ടവൻ പറഞ്ഞെങ്കിൽ
പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഇവിടെയാണ് സ്നേഹബന്ധങ്ങൾ, ഇവിടെയാണ് രക്തബന്ധങ്ങൾ. റസൂലുള്ള കാണിച്ചെന്ന വഴികൾ ഇവിടെയാണ്. അതുകൊണ്ട് ഒന്നുമല്ല. ഒരു തലവേദന വന്നാൽ, ഒരു വയറുവേദന വന്നാൽ നാം ഒന്നും അല്ലാതെയായി പോവുകയാണ്. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്തോളം മാന്യമായി ജീവിച്ച് നല്ല ഇടപെടലുകൾ നടത്തി സന്തോഷകരമായ രീതിയിൽ ജീവിച്ചു മരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അതാണ് മുത്തുനബി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നത് ഈ സമയത്ത് ഉണർത്തുകയാണ്. അള്ളാഹു നന്മയുടെ വക്താക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ഇൽമിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.